വളരെ പ്രാചീനമായ ചില ഉപനിഷത്തുകളിൽ പറഞ്ഞു വെക്കുന്നത് നല്ല പുത്രൻ ഉണ്ടാകാൻ എന്താണ് വേണ്ടത്, നല്ല പുത്രൻ ഉണ്ടാകാൻ എന്ത് ഭക്ഷണം കഴിക്കണം, നല്ല പുത്രൻ ഉണ്ടാകാൻ ആട്ടിറച്ചി കഴിക്കണമെന്നാണ്, പശുവിറച്ചി കഴിക്കണമെന്നാണ് ഉപനിഷത്തുകളിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉപനിഷത്തുകളിലൊക്കെ ഉണ്ട്. പക്ഷേ വെജിറ്റേറിയൻ സിദ്ധാന്തത്തിൻ്റെ പേരിൽ മനുഷ്യർക്കിടയിൽ വലിയ രീതിയിലുള്ള വിവേചനവും അസമത്വവും ഒക്കെ തന്നെ വിവേചനത്തിൻ്റെ ഒരു പൊതുരൂപമായി ഇന്ന് വെജിറ്റേറിയനിസം മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ഡോക്ടർ ബി.ആർ. അംബേദ്കറിൻ്റെ കൃതികളിലേക്കൊക്കെ കടന്നു പോകേണ്ടി വരികയും നമുക്കത് പരിശോധിക്കേണ്ടിയൊക്കെ വരികയും ഒക്കെ ചെയ്യുന്നത്. ഇതിനോട് ബന്ധപ്പെടുത്തി നമുക്ക് ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. 1927 ഡിസംബർ 25 രാത്രി 9 മണിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിൽ നടന്നു. അത് മനുസ്മൃതിയുടെ ദഹനമായിരുന്നു. മനുസ്മൃതി കത്തിച്ചുകൊണ്ടാണ് ഒരു പുതിയ ഇന്ത്യയെ മഹാനായ ബാബാ സാഹേബ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഭാവന ചെയ്തെടുത്തത്. അംബേദ്കർ അത് കത്തിച്ചതിന് ശേഷം പറയുന്നുണ്ട്, നമ്മളത് കത്തിച്ചത് നൂറ്റാണ്ടുകളോളം നമ്മെ അടിച്ചമർത്തിയ അനീതിയുടെ പ്രതീകമായി അതിനെ കണ്ടതിനാലായിരുന്നു. അതിൻ്റെ പഠിപ്പിക്കലുകൾ കാരണം നമ്മൾ ക്ഷീണിതരാണ് എന്നുകൂടി ഡോക്ടർ ബി.ആർ. അംബേദ്കർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നൂറ്റാണ്ടുകൾ മാത്രമല്ല, ഇപ്പോഴും ഇന്ത്യയെ നിയന്ത്രിക്കുന്ന ഒന്നായി ഈ ജാതിഹിംസകളും അതിൻ്റെ വിവേചന രൂപങ്ങളും വളരെ ആഴത്തിൽ നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പത്രമാധ്യമങ്ങളെ പോലും ഈ ശ്രേണീകൃത അസമത്വം വളരെ ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. 1951 ഒക്ടോബർ 10 മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് ഉള്ള പ്രസംഗത്തിൽ, പ്രത്യേകിച്ച് ഹിന്ദു കോഡ് ബിൽ അവതരിപ്പിച്ചതിന് ശേഷം രാജിവെച്ചുകൊണ്ടുള്ള പ്രസംഗത്തിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർ പറയുന്നൊരു കാര്യമുണ്ട്. നമുക്ക് വാർത്താപത്രങ്ങളുണ്ട്, അവയ്ക്ക് പക്ഷപാതിത്വം ഇപ്പോഴുമുണ്ട്. ചിലർക്ക് അനുകൂലമായിട്ടാണെങ്കിൽ മറ്റു ചിലർക്കെതിരെ അത് മുൻവിധി പുലർത്തുന്നു എന്ന് ഡോക്ടർ ബി.ആർ. അംബേദ്കർ നിശിതമായൊരു വിമർശനം മാധ്യമങ്ങളെ മുൻനിർത്തി അവതരിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് മാധ്യമങ്ങൾ ജാതിയെ കൊണ്ടു നടക്കുന്നത്, ജാതിഹിംസ എങ്ങനെയാണ് അതിൽ നിലീനമായിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഒരു സമകാലീനമായ ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിലെ ദളിത്, ബഹുജൻ, മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതെങ്കിൽ കേരളത്തിലുള്ള എല്ലാ പ്രമുഖ മാധ്യമങ്ങളും കൊടുക്കുന്ന ഒരു ടാഗ് എന്ന് പറയുന്നത് ആക്ടിവിസ്റ്റ് എന്നുള്ളതായിരിക്കും. ആക്ടിവിസ്റ്റ് എന്നായിരിക്കും. എന്താണ് ഈ ആക്ടിവിസം? വളരെ മോശമായൊരു കാര്യമാണെന്നൊന്നും ഉള്ള അഭിപ്രായപ്പെടുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ എന്തുകൊണ്ടാണ് കേരളത്തിലെ ദളിത്, ബഹുജൻ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ ആക്ടിവിസ്റ്റുകൾ എന്ന് മാത്രം അടയാളപ്പെടുത്തുന്ന യുക്തി എന്താ അതിൻ്റെ യുക്തി എന്താണ്? സംഘികളെ എല്ലാം വളരെ എളുപ്പത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ, സാമൂഹ്യ നിരീക്ഷകർ, സാമൂഹ്യ ചിന്തകർ എന്നൊക്കെയുള്ള ടാഗോടുകൂടിയാണ് മാധ്യമങ്ങൾ ഡെസ്കിൽ കയറ്റിയിരുത്തുന്നത്. അവരൊക്കെ വലിയ രാഷ്ട്രീയ ചിന്തകരാണ്. പക്ഷേ കേരളത്തിലെ ദളിത്, ബഹുജൻ രംഗത്ത് നിന്നുള്ള അധ്യാപകരെ, ചിന്തകരെ, എഴുത്തുകാരെയൊക്കെ കേവലം ആക്ടിവിസ്റ്റ് എന്നുള്ള രൂപത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഗോപാൽ ഗുരു പറയുന്ന ചില കാര്യങ്ങളിലേക്ക് കൂടി നമ്മുടെ ശ്രദ്ധ പോകേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ ദളിത്, ബഹുജൻ മേഖലയിലുള്ള ആളുകളുടെ ചിന്തകളും എഴുത്തുകളും കേവലം കോപാവേശത്താൽ ഉണ്ടാകുന്ന രോഷപ്രകടനം മാത്രമാണെന്നാണ് മാധ്യമങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ആക്ടിവിസം എന്ന് പറയുന്ന കാര്യം മാത്രം അവിടെ വരുന്നത്. കാരണം കേരളത്തിലെ ദളിതർക്കോ ആദിവാസികൾക്കോ ബഹുജനങ്ങൾക്കോ ചിന്തിക്കാനുള്ള ശേഷിയില്ല. അവർക്ക് ആക്ടിവിസം നടത്താനേ കഴിയും, ചിന്തിക്കാൻ കഴിയത്തില്ല. അവർക്ക് രാഷ്ട്രീയ ചിന്തകരോ രാഷ്ട്രീയ നിരീക്ഷകന്മാരോ ആയി മുന്നേറാൻ കഴിയില്ല എന്ന് പറയുന്ന ജാതിയിൽ ഉപ്പിലിട്ട മുൻവിധി കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെ എല്ലാം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ 1951 തന്നെ പറഞ്ഞത്, നമുക്ക് വാർത്താപത്രങ്ങളുണ്ട്, അവയ്ക്ക് പക്ഷപാതിത്വം ഇപ്പോഴുമുണ്ട്. ചിലർക്ക് അനുകൂലമായിട്ടാണെങ്കിൽ മറ്റു ചിലർക്കെതിരെ അത് മുൻവിധി പുലർത്തുന്നു എന്ന് അംബേദ്കർ ആഴത്തിൽ നിരീക്ഷിക്കുന്നത്. എന്നാൽ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ പ്രസംഗത്തിൽ തന്നെ പറയുന്നത്, വർഗങ്ങൾ തമ്മിലെ അസമത്വവും ലിംഗപരമായ അസമത്വവും ഹിന്ദുമതത്തിൻ്റെ ആത്മാവാണ്. ഈ അസമത്വങ്ങളെ തൊടാതെ സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങൾ പാസാക്കുന്നത് നമ്മുടെ ഭരണഘടനയെ പ്രഹസനമാക്കലും ചാണകക്കൂമ്പാരത്തിൽ കൊട്ടാരം പണിയലുമാണ് എന്ന് ഡോക്ടർ ബി.ആർ. അംബേദ്കർ പറയുന്നുണ്ട്. ഈ അസമത്വങ്ങൾ പരിഹരിക്കാൻ നമുക്ക് കഴിയണം. ഈ അസമത്വങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ
എന്ത് ചെയ്യാൻ കഴിയൂ? ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്ന ആശയത്തിലേക്ക് നമുക്ക് മുന്നേറാൻ കഴിയൂ എന്നുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്ന ആശയത്തെ ഇന്ത്യയിലെ നീതിന്യായ സ്ഥാപനങ്ങളോ ഇന്ത്യയിലെ നിയമസഭകളോ ഇന്ത്യയിലെ നടത്തുന്ന ഭരണാധികാരികളോ അതിൻ്റെ ആത്മസത്തയായി ആത്മഭാവമായി കൊണ്ടു നടക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റിസ് എൻ നഗരേഷ് ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ധർമ്മസങ്കല്പത്തെ ഭരണഘടന അവഗണിച്ചു എന്നാണ്. ധർമ്മസങ്കല്പത്തെ ഭരണഘടന അവഗണിച്ചു. എന്താണ് ഡോക്ടർ BR അംബേദ്കർ കണ്ട ഇന്ത്യ? അംബേദ്കർ മുന്നോട്ട് വെച്ച ഇന്ത്യ എന്തായിരുന്നു? അംബേദ്കർ മുന്നോട്ട് വെച്ച ഇന്ത്യയെ പറ്റി 1949 നവംബർ 25 ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രസംഗത്തിൽ താൻ ഭാവന ചെയ്ത ഇന്ത്യയെ പറ്റി ചില ആശയങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയും, രാഷ്ട്രീയ ജനാധിപത്യത്തെ സാമൂഹിക ജനാധിപത്യമായി കൂടി നാം മാറ്റിയെടുക്കണം. രാഷ്ട്രീയ ജനാധിപത്യത്തിൻ്റെ അടിത്തറയായി സാമൂഹിക ജനാധിപത്യം ഇല്ലെങ്കിൽ രാഷ്ട്രീയ ജനാധിപത്യത്തിന് നിലനിൽക്കാൻ കഴിയില്ല. എന്താണ് സാമൂഹിക ജനാധിപത്യം അർത്ഥമാക്കുന്നത്? സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ജീവിതത്തിൻ്റെ തത്വങ്ങളായി അംഗീകരിക്കുന്ന ഒരു ജീവിത രീതിയാണത് എന്നാണ് പറയുന്നത്. സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ജീവിതത്തിൻ്റെ തത്വങ്ങളായി അംഗീകരിക്കുന്ന ജീവിത രീതിയാണ് സാമൂഹിക ജനാധിപത്യം. ഇത് മുമ്പുള്ള ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ? ഒരേ ഒരിടത്തെ അത് ഉണ്ടായിരുന്നുള്ളൂ എന്ന് അംബേദ്കർ ഉണ്ട്. ബൗദ്ധ സംഘങ്ങളിലാണ് പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ പ്രാഗ്രൂപങ്ങൾ കാണുന്നത് എന്ന് ഡോക്ടർ BR അംബേദ്കർ സൂചിപ്പിക്കുന്നുണ്ട്. വേറെ എവിടെയാണതുള്ളത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഭരണഘടന നിലവിൽ വന്നു. ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നു. പക്ഷേ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ അറിയാം, ദളിത് വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് ആകുകയാണെങ്കിൽ ഉത്തരേന്ത്യയിൽ ഇപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് കസേരയിൽ അയാൾക്ക് ഇരിക്കാൻ കഴിയാത്ത സാഹചര്യം നിലവിലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യക്ക് ഈ ഫ്യൂഡൽ നാടുവാഴിത്വത്തിൽ നിന്നും മനുസ്മൃതിയുടെയും രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും യുക്തികളിൽ നിന്ന് മോചിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അംബേദ്കറുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇതുവരെ നിലവിൽ വരാത്ത ഒന്നാണ്. പാർലമെന്ററി ജനാധിപത്യത്തിലൂടെ ഭരണഘടനാ ജനാധിപത്യം സ്ഥാപിക്കുന്നതിലൂടെ അതിൻ്റെ ചില പ്രകാശനങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ അന്തസ്സായിട്ട് കസേരയിരിക്കുന്നത്. വ്യവഹാരമാല എന്ന് പറയുന്നൊരു പുസ്തകമുണ്ടായിരുന്നു കേരളത്തിൽ. തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ അത് കേരളത്തിൻ്റെ ഭരണഘടനയാക്കാൻ തീരുമാനിച്ച പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പറയുന്നത് ഒരു അവർണൻ സവർണനോടൊപ്പം ആസനം പങ്കിട്ടാൽ അവർണന്റെ പൃഷ്ഠം പകുതി ഛേദിച്ചു കളയണമെന്നാണ്. അപ്പോൾ വ്യവഹാരമാലയായിരുന്നു അവിടെ ഭരണഘടനയെങ്കിൽ ഇവിടുത്തെ ഭൂരിഭാഗം ആളുകൾക്കും പകുതി പൃഷ്ഠം കാണത്തില്ല. ആ വ്യവഹാരമാലയെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ്, മനുസ്മൃതി അഗ്നിക്കിരയാക്കിക്കൊണ്ടാണ് ഭരണഘടനാ ജനാധിപത്യം നിലയിൽ വന്നത് എന്നുള്ളതാണ്. അംബേദ്കർ ഇതേ പ്രസംഗത്തിൽ പറയുന്നൊരു സുപ്രധാനമായ നിരീക്ഷണമുണ്ട്. സ്വാതന്ത്ര്യത്തെ സമത്വത്തിൽ നിന്നും സമത്വത്തെ സ്വാതന്ത്ര്യത്തിൽ നിന്നും അടർത്തി മാറ്റാൻ കഴിയില്ല. സമത്വത്തിൻ്റെ അഭാവത്തിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഫലം അനേകം പേരുടെ മേൽ ഏതാനും പേരുടെ ആധിപത്യം സ്ഥാപിക്കലാവും. സ്വാതന്ത്ര്യം കൂടാതെയുള്ള സമത്വം വ്യക്തികളുടെ പ്രേരണകളെ നശിപ്പിച്ചു കളയും. സാഹോദര്യം ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാതന്ത്ര്യവും സമത്വവും ഒട്ടും സ്വാഭാവികമായ രീതിയിൽ പ്രവർത്തിക്കുകയില്ല. അവ നടപ്പാകണമെങ്കിൽ പോലീസ് കോൺസ്റ്റബിളിൻ്റെ ആവശ്യം വരും. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. സാഹോദര്യം ഒഴിവാക്കിക്കൊണ്ടാണ് നിങ്ങൾ സ്വാതന്ത്ര്യവും സമത്വവും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഈ സ്വാതന്ത്ര്യവും സമത്വവും നടപ്പിലാക്കാൻ ആരുടെ ആവശ്യം വരും? ഒരു പോലീസ് കോൺസ്റ്റബിൾ ഇല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും സമത്വവും നടപ്പിലാക്കാൻ കഴിയില്ല. അപ്പൊ പോലീസ് കോൺസ്റ്റബിളിന്റെ സേവനത്തിലൂടെ അല്ല ഭരണഘടനാ ജനാധിപത്യം നിലവിൽ വരേണ്ടത്. അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എഴുതുന്നുണ്ട്. സാഹോദര്യത്തിന്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം. എന്താണ്? സാഹോദര്യത്തിന്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം. ഈ സാഹോദര്യം ഇല്ലാത്തത് കൊണ്ടാണ്
കഴിഞ്ഞ 50 വർഷക്കാലത്തിൽ അധികമായി ഇടതുപക്ഷത്തിന്റെ സാംസ്കാരിക വേദികളിൽ പ്രവർത്തിച്ചിട്ടും KEN-എ അപരവൽക്കരിക്കുന്നതിന് കാരണം എന്താണ്? ഈ സാഹോദര്യ ബോധം ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകർക്ക് KEN-നോടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന. സാഹോദര്യമില്ല, തൻ്റെ സഹോദരനാണെന്നുള്ള ബോധം അവർക്കില്ല എന്നുള്ളത് ഈ വേളയിൽ പറഞ്ഞേ മതിയാവും. ഈ സാഹോദര്യത്തിലേക്ക് കടക്കുക എന്നുള്ളതിന്റെ പേരാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. ജനാധിപത്യത്തിന്റെ മറ്റൊരു പേരാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ആശയാവലിയുടെ പേരാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണ് ഏതെങ്കിലും ഒരു മന്ത്രി പുതുതായിട്ട് അധികാരത്തിലേറ്റു, അദ്ദേഹത്തിനുള്ള സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോ അദ്ദേഹത്തിന് വീട്ടിൽ വിളിച്ചൊരു സദ്യ കൊടുക്കുമ്പോൾ പെട്ടെന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അപരൻ്റെ ശബ്ദം സംഗീതം പോലെ കേൾക്കണം. ഊണ് കൊടുത്തപ്പോൾ തന്നെ പുറത്തായി. സിദ്ധാന്തം എന്താ? അപരൻ്റെ ശബ്ദം സംഗീതം പോലെ കേൾക്കണം, പക്ഷെ ഊണ് കൊടുത്താൽ അപ്പോഴേ പുറത്തായി. സിദ്ധാന്തം എവിടെ കിടക്കുന്നു, പ്രവർത്തനം എവിടെ കിടക്കുന്നു? ഈ കത്തുമായി വരുന്ന ആൾ നമ്മുടെ കോമ്രേഡ് തന്നെ. ഇതിലെല്ലാം ഈ ഗോത്രബോധമാണ്. പകരം എല്ലാ മനുഷ്യരോടുമുള്ള സാഹോദര്യത്തിൻ്റെയോ സമഭാവനയുടെ യാതൊരു തരംഗവും അതിനകത്തില്ല എന്നുള്ളതാണ്. വെറുപ്പിന്റെ അംശം ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഡോക്ടർ BR അംബേദ്കർ പറയുന്നുണ്ട്, ഹേട്രഡ് ഫോർ നോൺ. ആരെയും വെറുക്കാതിരിക്കുക, ആരെയും വെറുക്കാതിരിക്കുക. ഈ സാഹോദര്യം, അംബേദ്കർ പറഞ്ഞ ഈ സാഹോദര്യം ഇന്ത്യയിൽ ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗങ്ങൾ, ഇന്ത്യയിലെ ദളിതർ, ആദിവാസികൾ, മത്സ്യത്തൊഴിലാളികൾ ക്രൂരമായ പീഡനങ്ങൾക്ക് നിരന്തരം ഇരയാകേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ്? സാഹോദര്യമില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ്. 1930 നവംബർ 12-നും 1931 ജനുവരി 19-നും ഇടയിലാണ് വട്ടമേശ സമ്മേളനം നടക്കുന്നതെന്ന് നമുക്കറിയാം. ആ വട്ടമേശ സമ്മേളനത്തിൽ ഡോക്ടർ BR അംബേദ്കർ പറയുന്നൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ജാതികളുടെ തരംതിരിക്കലാണ് ഇന്ത്യൻ സമൂഹം എന്ന കാര്യം അംഗീകരിക്കേണ്ടതുണ്ട്. ഈ ശ്രേണിയിലെ ഉന്നത സ്ഥാനം ആദരവും താഴ്ന്ന സ്ഥാനം നിന്ദയും ഉണ്ടാക്കിയെടുക്കുന്നു. ജനാധിപത്യ രീതിയിലുള്ള ഒരു ഗവൺമെന്റിന് വളരെ അത്യാവശ്യമായ സമത്വം, സാഹോദര്യം എന്നീ വികാരങ്ങളുടെ വളർച്ചയ്ക്ക് യാതൊരുവിധ സാധ്യതയും കൽപ്പിക്കാത്തതാണ് ഈ വ്യവസ്ഥ. ഈ വ്യവസ്ഥ എന്തുകൊണ്ടാണ് നമ്മുടെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരായിട്ട് നമ്മുടെ സർക്കാർ കൊടുക്കുന്ന ലിസ്റ്റിൽ ഒരിക്കൽ പോലും ഒരു പട്ടികജാതിക്കാരില്ലാത്ത എന്തുകൊണ്ടാണ്? ഈ ജാതി തടസ്സമാണെന്നാണ് അംബേദ്കർ പറയുന്നത്. ഒരു കാര്യം പറയാതെ നിവൃത്തിയില്ല. സർവകലാശാലകളുടെ സംഘീവൽക്കരണത്തെ നമ്മൾ അതിശക്തമായിട്ട് എതിർക്കേണ്ടതായിട്ടുണ്ട്. ഈ സംഘീവൽക്കരണം തുടങ്ങിയിട്ട് കുറേ കാലമായി. ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ ചെയ്തു വരുന്നത് എന്താണ്? ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ ചെയ്തു വരുന്നത് ഈ സംഘീവൽക്കരണമാണ്. വളരെ ആഴത്തിൽ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹരിയാനയിലെ കുരുക്ഷേത്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിദ്യാഭാരതി സംസ്കൃത ശിക്ഷാ സംസ്ഥാൻ 4 മുതൽ 12 വരെ ക്ലാസ്സുകൾക്കായി ബോധുമാല എന്ന പേരിൽ ഒരു പുസ്തക പരമ്പര തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഈ പരമ്പരയിലെ പുസ്തകങ്ങളിൽ ചരിത്രം, ഭൂമിശാസ്ത്രം, രാഷ്ട്രീയം, ശാസ്ത്രം, പൊതുവിജ്ഞാനം എന്നിവ ചർച്ച ചെയ്യുന്നു. അതിലെ ബോധുമാല 9ാമത്തെ പുസ്തകത്തിൽ പറയുന്ന കാര്യം, ഗ്രീക്ക് നാണയങ്ങളിൽ ഹിന്ദു സംസ്കാരത്തിന്റെ ചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. കൊളംബിയയിലെ വിശുദ്ധ നഗരമായ സാൻ അഗസ്റ്റിൻ ഋഷി അഗസ്ത്യന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. കർണൻ എന്ന ഇതിഹാസം ബാബിലോണിൽ ജനപ്രിയമാണ്. കാസ്പിയൻ കടൽ കാശ്യപ മഹർഷിയുടെ നാടാണ്. ഇറാന്റെ പഴയ പേര് ആര്യൻ എന്നാണ്. ഇത് ഹരിയാനയിൽ കുരുക്ഷേത്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിദ്യാഭാരതി സംസ്കൃത ശിക്ഷാ സംസ്ഥാൻ പഠിപ്പിക്കുന്നതാണ്. ABISY പുരാണേതിഹാസങ്ങളെ ആസ്പദമാക്കി ഗവേഷണങ്ങൾക്കായി ഭാരതീയ ഇതിഹാസ സങ്കലന യോജന രൂപീകരിച്ചു. അയോധ്യ രാമക്ഷേത്ര ക്യാമ്പയിനിന്റെ പ്രധാനിയായ മോറോപാന്ത് പിംഗ്ലയുടെ നേതൃത്വത്തിൽ 1979 ABISY രൂപീകൃതമാകുന്നത്. ഇൻഡോ ആര്യന്മാർ മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കുടിയേറി പാർത്തവരല്ലെന്നും മറിച്ച് ഇന്ത്യയുടെ യഥാർത്ഥ നിവാസികൾ ആര്യന്മാരാണെന്നുമാണ് ഇതിഹാസ സങ്കലന യോജന സ്ഥാപിച്ചെടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. RSSന്റെ വിദ്യാഭ്യാസ വിഭാഗമായ വിദ്യാഭാരതിയുടെ ദേശീയ നിർവാഹക സമിതി അംഗവും ശിക്ഷാ ബച്ചാവോ ആന്തോളൻ സമിതിയുടെ കൺവീനറുമായ ദീനനാഥ് മെത്ര അദ്ദേഹത്തിന്റെ തേജോമയ ഭാരത് എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതുന്ന ചില കാര്യങ്ങളുണ്ട്.
അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: കുന്തിക്ക് സൂര്യനെ പോലെ ശോഭയുള്ള ഒരു പുത്രൻ ഉണ്ടായിരുന്നു. 2 വർഷമായി ഗർഭം ധരിക്കാൻ കഴിയാതിരുന്ന ഗാന്ധാരി ഇതറിഞ്ഞപ്പോൾ ഗർഭഛിദ്രം നടത്തി. കുന്തി പ്രസവിച്ചപ്പോൾ പുള്ളിക്കാരിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരു വലിയ മാംസപിണ്ഡം പുറത്തു വന്നു. ഉറപ്പുള്ള ഈ മാംസപിണ്ഡം അദ്ദേഹം നിരീക്ഷിച്ചു. എന്നിട്ട് അത് പ്രത്യേക മരുന്നുകൾക്കൊപ്പം തണുത്ത ടാങ്കിൽ സൂക്ഷിച്ചു. ഏത് മഹാഭാരത കാലത്ത് എന്തുണ്ട്? ടാങ്ക് ഉണ്ടായത് അത്ര നന്നായിരുന്നു. നമ്മൾ ഈ ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിൻ്റെ സത്യാർത്ഥ പ്രകാശത്തിൽ പറയുന്നത് ആര്യന്മാർ വെടിയുണ്ട കണ്ടുപിടിച്ചിരുന്നു എന്നാണ്. ആര്യന്മാർ വെടിയുണ്ട കണ്ടുപിടിച്ചിരുന്നു. ആചാര്യ M.R. രാജേഷിൻ്റെ വേദങ്ങളിലെ ശാസ്ത്രദീപ്തി എന്ന് പറയുന്ന പുസ്തകത്തിലും വേദങ്ങളിൽ വെടിയുണ്ടയെ പറ്റി പരാമർശം ഉണ്ടായിരുന്നു, കമ്പിത്തപാലിനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയാണ് ലളിതമായ ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ. ഈ ഋഗ്വേദത്തിൽ പറയുന്നത് ആര്യന്മാർ ഈ പശുവിനെ മേച്ച് നടന്നതിനെ പറ്റി, അമ്പും വില്ലും കൊണ്ട് നടന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ കയ്യിൽ അമ്പും വില്ലും അല്ല, AK-47 അല്ലേ വേണ്ടത്? വെടിയുണ്ടയുടെ പരാമർശം ഉണ്ടെങ്കിൽ കയ്യിൽ AK-47 അങ്ങ് പ്രാണപ്രതിഷ്ഠയുടെ കൂടെ വേണ്ടത് അമ്പും വില്ലും അല്ല, AK-47 അല്ലേ? കാരണം വളരെ നേരത്തെ ഈ വെടിയുണ്ട കണ്ടുപിടിച്ചെങ്കിൽ പിന്നെന്തിന് അമ്പും വില്ലുമായിട്ട് നടക്കണം? ലജ്ജാവകമല്ലേ അമ്പും വില്ലും ദൂരെ കളഞ്ഞിട്ട് വെടിയുണ്ടയും തോക്കുമായിട്ട് നടക്കണ്ടേ? ഇങ്ങനെ മനുഷ്യന്റെ ചരിത്രപരമായ ശാസ്ത്രയുക്തികളെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ടാങ്കിൽ സൂക്ഷിച്ചു. പിന്നീട് മാംസപിണ്ഡത്തെ 100 ഭാഗങ്ങളായി തിരിച്ച് നെയ്യ് നിറച്ച് 100 ടാങ്കുകളിൽ 2 വർഷത്തേക്ക് വെവ്വേറെ സൂക്ഷിച്ചു. 2 വർഷം ശേഷം ഇതിൽ നിന്ന് കൗരവർ ജനിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിൽ സ്റ്റെം സെൽ ടെക്നോളജി ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നു? സ്റ്റെം സെൽ എന്ന് പോലും കേട്ടിട്ടില്ല. സെല്ലെന്ന് പോലും കേൾക്കാത്തൊരു കാലത്താണ് ഇവിടെ സ്റ്റെം സെൽ ടെക്നോളജി ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. തന്നെയല്ല, ഇന്ത്യൻ ഋഷികൾ അവരുടെ യോഗവിദ്യ ഉപയോഗിച്ച് ദിവ്യദൃഷ്ടി നേടും. ടെലിവിഷന്റെ കണ്ടുപിടുത്തം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൽ സംശയമില്ല. മഹാഭാരതത്തിൽ സഞ്ജയൻ ഹസ്തിനപുരത്തിലെ കൊട്ടാരത്തിനുള്ളിൽ ഇരുന്ന് തൻ്റെ ദിവ്യശക്തി ഉപയോഗിച്ച് മഹാഭാരത യുദ്ധത്തിൻ്റെ തത്സമയ സംപ്രേഷണം ധൃതരാഷ്ട്രർക്ക് അനുഭവവേദ്യമാക്കുന്നുണ്ട്. ആദ്യത്തെ ലൈവ് ടെലികാസ്റ്റിംഗ് ആലോചിച്ച് നോക്കൂ. മോട്ടോർ കാർ വേദിക് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇനി അതിൻ്റെ ഒരു കുറവ് ഇപ്പം അതുമായി. മോട്ടോർ കാർ ഓടി ഉണ്ടായിരുന്നെന്ന് പറയാതിരുന്ന ഭാഗ്യമായി. അത് അനശ്വരതെന്നറിയപ്പെട്ടിരുന്നു. ഋഗ്വേദത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. നോക്കണേ, കൃഷിയും പശുപാല്യവുമായിട്ട് നടന്ന് വെണ്ണയും പാലും കറക്കിയെടുക്കുന്ന മനുഷ്യരെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോട്ടോർ കാർ ഉണ്ടായിരുന്നു, വെടിയുണ്ട ഉണ്ടായിരുന്നു, സ്റ്റെം സെൽ ടെക്നോളജി ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള അസംബന്ധം പറഞ്ഞു പരത്തുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയരേഖയിൽ മെറ്റലർജി മുതൽ കപ്പൽ നിർമ്മാണം വരെയുള്ള കാര്യങ്ങൾ പുരാതന ഇന്ത്യയുടെ നേട്ടമായി അവതരിപ്പിക്കുന്നുണ്ട്. ചില നേട്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. വേദിക് കാലഘട്ടത്തിലെ ഗുരുകുല പഠന രീതി പ്രോത്സാഹിപ്പിക്കണമെന്ന് ദേശീയ വിദ്യാഭ്യാസ നയരേഖ പറഞ്ഞു വെക്കുന്നു. എന്താണ് ഈ ഗുരുകുല സമ്പ്രദായം? ശൂദ്രരെയും ശൂദ്രർക്ക് പുറത്തുള്ള ജനവിഭാഗങ്ങളെയും പുറന്തള്ളുന്നതാണ് വൈദിക ഗുരുകുല സമ്പ്രദായം. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ ദശാവതാരവുമായും ആണവായുധത്തെ ആഗ്നേയാസ്ത്രവുമായും പ്ലാസ്റ്റിക് സർജറിയെ ഗണപതിയുമായും താരതമ്യപ്പെടുത്തുന്നു ദേശീയ വിദ്യാഭ്യാസ നയരേഖ. നമ്മൾ ഈ ആഗ്നേയാസ്ത്രം എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ രാമായണ സീരിയലിൽ കാണുന്ന സങ്കല്പം വെച്ചുകൊണ്ട് ആഗ്നേയാസ്ത്രത്തെ ഓർക്കരുത്. രാമായണ സീരിയൽ എങ്ങനെ ഇങ്ങനെ അമ്പും വില്ലും ഒന്ന് കൂട്ടിമുട്ടി ഭയങ്കര തീയും പുകയും വരുന്നതായിട്ടാണ്. അത് സീരിയലിൽ മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? അപ്പുറത്തും ഇപ്പുറത്തു നിന്നും ഒരു തീ കത്തിച്ച് അമ്പ് അങ്ങോട്ട് വിട്ടു, അവിടെ നിന്ന് ഇങ്ങോട്ടൊരു അമ്പ്, ഇത്രയേ ഉള്ളൂ. അത് അങ്ങേ അറ്റം പോയാൽ ഒരു 10 മീറ്ററിനുള്ളിൽ നടക്കുന്ന സംഭവമാണ്. അതാണ് ഈ വിഷയം. അതുകൊണ്ടാണ് ചരിത്ര പണ്ഡിതയായ റൊമില താപ്പൂർ പറയുന്നുണ്ട്, അയോധ്യ മുഴുവൻ ഖനനം ചെയ്തിട്ട് ഒരു പീച്ചാങ്കത്തി പോലും കിട്ടിയില്ലെന്ന് പറഞ്ഞത്. രസകരമായൊരു കാര്യം, ചരിത്ര പണ്ഡിതനും പുരാവസ്തുശാസ്ത്ര വിദഗ്ധനുമായ സംഗാലിയ പറയുന്നൊരു രസകരമായ കാര്യമുണ്ട്. രാമനും സീതയും കാട്ടിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ കൗസല്യ ബോധം കെട്ട് വീഴുക. കൗസല്യ ബോധം കെട്ട് വീഴുന്നത് പൊടിമണ്ണിലേക്കാണ്. കൗസല്യ പാംസുസ്നാനിതയായി, പാംസു എന്ന് പറഞ്ഞാൽ പൊടി എന്നർത്ഥം, മണ്ണെന്ന് പോലും അർത്ഥമില്ല, പൊടി എന്നർത്ഥം. സംഗാലിയ ചോദിക്കുന്ന ചോദ്യം, നമ്മൾ TV സീരിയലിൽ മാർബിൾ ഇട്ട തറയാണല്ലോ രാമൻ്റെ കൊട്ടാരമായിട്ട് കാണിക്കുന്നത്. ഇങ്ങനെ വലിയ മാർബിൾ ഇട്ട കൊട്ടാരമാണെങ്കിൽ ഇങ്ങനെ പൊടിയിൽ കുഴഞ്ഞവളായി കൗസല്യ എങ്ങനെ മാറി എന്നാണ് സംഗാലിയ ചോദിക്കുന്നത്. പൊടിയിൽ വീണതിൻ്റെ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ചുട്ടെടുത്ത് ഇഷ്ടിക കൊണ്ടല്ല വീട് നിർമ്മിച്ചത്. ചുട്ടെടുത്ത് ഇഷ്ടിക കൊണ്ട് വെറുതെ കളിമണ്ണ് തേച്ച വീട്ടിലാണ് താമസിച്ചിരുന്നത്. സീരിയലിൽ കാണുമ്പോൾ എന്താണ്? സീരിയലിൽ കാണുമ്പോൾ ഭയങ്കര കൊട്ടാരമാണ്.
ഭയങ്കര ദിവ്യ വസ്ത്രാഭരണാദികളൊക്കെ ധരിച്ചിരിക്കുന്ന ഒരു കാലത്തെ പറ്റിയാണ് കാണിക്കുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ വ്യാപാരമൊക്കെ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ അയോധ്യയെ പറ്റി അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വില്യം ഡാൽറിംബിൾ അദ്ദേഹത്തിൻ്റെ ഗോൾഡൻ റോഡ് എന്ന് പറയുന്ന വിഖ്യാതമായ പുസ്തകത്തിൽ ഇതിൻ്റെ ചരിത്രം അന്വേഷിക്കുന്നുണ്ട്. ഡാൽറിംബിൾ പറയുന്നൊരു കാര്യം, ഇന്ത്യയിൽ ഏറ്റവും വലിയ വ്യാപാര ശൃംഖല ഉണ്ടാക്കിയെടുത്തതിലെ പ്രധാനപ്പെട്ട സംഭാവന നിർവഹിച്ചത് ബുദ്ധിസ്റ്റുകളാണെന്ന്. ബൗദ്ധ സംഘങ്ങളും ബുദ്ധമതങ്ങളുമാണ് വ്യാപാരികൾക്ക് പൈസ കൊടുത്തത്. അതുകൊണ്ടാണ് വ്യാപാരികൾക്ക് ബുദ്ധിസ്റ്റുകളോട് വലിയ ബഹുമാനവും ആദരവും ഉണ്ടായിരുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അയോധ്യ ഒരു കാലത്ത് ബുദ്ധിസ്റ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട സങ്കേതമായിരുന്നു. ആ ബുദ്ധിസ്റ്റുകളുടെ പ്രധാനമായ സങ്കേതമായിരുന്ന സ്ഥലത്തെയാണ് രാമരാജ്യം എന്ന് പറയുന്ന സങ്കല്പം കൊണ്ടുവന്ന് അയോധ്യയിൽ ആര് മാത്രമേ കാണാവൂ? ബ്രാഹ്മണരും ക്ഷത്രിയരും അവരെ സേവിക്കുന്ന ശൂദ്രരും മാത്രം കാണുന്ന ഒരു സാമൂഹ്യ സങ്കല്പമായി ഇതിനെ മാറ്റിയെടുക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? അവിടെ ബുദ്ധിസ്റ്റുകളുടെയും തദ്ദേശീയ ജനവിഭാഗങ്ങളുടെയും ഒരിടമായതുകൊണ്ടാണ്. അതിനെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു ചാതുർവർണ്ണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സോഷ്യൽ ഓർഡറിനെ വാൽമീകി രാമായണത്തിന് ഭാവന ചെയ്യേണ്ടി വരുന്നത് അവിടെ മുമ്പേ തന്നെ ബുദ്ധിസ്റ്റ് സംഘങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ആനുഷംഗികമായി സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. 2014 വൻ ഭൂരിപക്ഷത്തിൽ അധികാരമേറ്റ ഇന്ത്യൻ പ്രധാനമന്ത്രി മുംബൈയിലെ ഒരു ആശുപത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മോദി പറഞ്ഞത്, ആരോഗ്യ മേഖലയിൽ നമ്മുടെ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം. നാം എല്ലാം മഹാഭാരതത്തിൽ കർണന്റെ ജനനത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. കർണന്റെ ജനനം തൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിന് വെളിയിലായിരുന്നു. പണ്ടേ ഇന്ത്യയിൽ ജനിതകശാസ്ത്രം നിലനിന്നിരുന്നു എന്നോർക്കുക. നാം എല്ലാവരും ഗണപതിയെ ആരാധിക്കുന്നവരാണ്. അക്കാലത്ത് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ തലയിൽ ആനയുടെ തല മുറിച്ചു വെക്കുവാൻ കഴിവുള്ള ഏതോ പ്ലാസ്റ്റിക് സർജൻ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പ്ലാസ്റ്റിക് സർജറി പുരോഗമിക്കുന്നത് തന്നെ അങ്ങനെയായിരിക്കാം. നെഹ്റു ഇരുന്ന കസേരയാ ഗണപതിയുടെ തല പ്ലാസ്റ്റിക് സർജറിയാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മറിയുന്നു എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്. അതായത് എന്താണ് അംബേദ്കർ കണ്ട ഇന്ത്യ? സ്വന്തം കൈകളിൽ രാഷ്ട്രീയ അധികാരം കിട്ടിയാലല്ലാതെ ദളിത് വർഗങ്ങളുടെ പ്രശ്നം ഒരിക്കലും പരിഹരിക്കപ്പെടുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ 1930 വട്ടമേശ സമ്മേളനത്തിൽ പറയുന്നത്. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ അധികാര സ്ഥാനത്തും ഭരണരംഗങ്ങളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം എവിടെ നിൽക്കുന്നു? അംബേദ്കർ വട്ടമേശ സമ്മേളനത്തിൽ ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം പ്രാതിനിധ്യ ഗവൺമെന്റ് എന്നാണ്. വെറുതെ ഉള്ള സർക്കാർ എന്നല്ല അദ്ദേഹം സൂചിപ്പിച്ചത്, പ്രാതിനിധ്യ ഗവൺമെന്റ്. പുറന്തള്ളപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യമുള്ളൊരു സർക്കാരിനെ മാത്രമേ ഗവൺമെൻറ് എന്ന് അദ്ദേഹം പറഞ്ഞുള്ളൂ. അദ്ദേഹം പറഞ്ഞു 1949 നവംബർ 25 ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ജനാധിപത്യം നിലനിർത്തണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഒന്നാമതായി എൻ്റെ വീക്ഷണത്തിൽ നമ്മൾ ചെയ്യേണ്ടത് സാമ്പത്തികവും സാമൂഹികവുമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായി ഭരണഘടനാ രീതികൾ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞു. ഭരണഘടനാ രീതികൾ മുറുകെ പിടിക്കണം. പക്ഷേ ഈ ഭരണഘടനാ രീതികൾ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. കഴിഞ്ഞ 75 വർഷങ്ങൾക്കിടയിൽ സുപ്രീം കോടതിയിൽ ആകെ 10 ദളിത് ന്യായാധിപരും ആദിവാസി വിഭാഗത്തിൽ നിന്ന് ഒരാളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സുപ്രീം കോടതി ചരിത്രത്തിൽ. മുസ്ലിം പ്രാതിനിധ്യം പരമാവധി 6-7% ക്രിസ്ത്യാനി ഒരാൾ മാത്രം. ജനസംഖ്യയുടെ വെറും 4% മാത്രമുള്ള ബ്രാഹ്മണർ ആകെ സുപ്രീം കോടതി ജഡ്ജിമാരിൽ 36% വരും. അംബേദ്കർ പറയുന്നുണ്ട്, ഒരു ബ്രാഹ്മണ സ്ത്രീക്ക് ഒരു കുട്ടി ജനിച്ചാൽ അവരുടെ ശ്രദ്ധ എവിടെ ആയിരിക്കും? സുപ്രീം കോടതി ജഡ്ജിയുടെ ഒഴിവുള്ള കസേരയിലായിരിക്കും എന്നാണ് അംബേദ്കർ പറഞ്ഞത്. ഒഴിവുള്ള കസേരയിലായിരിക്കും. ഒരു ചെറിയ കണക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാം. 1950-നും 59-നും ഇടയിൽ ആകെ ജഡ്ജിമാർ 50, SC വിഭാഗത്തിൽ നിന്ന് ആരുമില്ല, ST വിഭാഗത്തിൽ നിന്നും ആരുമില്ല. 1960-നും 69-നും ഇടയിൽ ആകെ ജഡ്ജിമാർ 60, SC വിഭാഗത്തിൽ നിന്ന് ഒരാൾ, ST വിഭാഗത്തിൽ നിന്ന് ആരുമില്ല. 1970-നും 79-നും ഇടയിൽ ആകെ ജഡ്ജിമാർ 70, SC വിഭാഗത്തിൽ നിന്ന് ഒരാൾ മാത്രം, ST നിന്ന് ആരുമില്ല. 1990-നും 99-നും ഇടയിൽ ആകെ ജഡ്ജിമാർ 90, SC വിഭാഗത്തിൽ നിന്ന് ഒരാൾ, ST നിന്ന് ആരുമില്ല. 2000-നും 2009-നും ഇടയിൽ ആകെ ജഡ്ജിമാർ 100, SC വിഭാഗത്തിൽ നിന്ന് 2 ജഡ്ജിമാർ, ST വിഭാഗത്തിൽ നിന്ന് ആരുമില്ല. 2010-നും 2019-നും ഇടയിൽ സുപ്രീം കോടതിയിൽ ആകെ ജഡ്ജിമാർ 110, SC വിഭാഗത്തിൽ നിന്ന് 2 പേര്, ST വിഭാഗത്തിൽ നിന്ന് ഒരാൾ. 2020-നും 2026-നും ഇടയിൽ സുപ്രീം കോടതിയിൽ ആകെ ജഡ്ജിമാർ 45,
SC വിഭാഗത്തിൽ നിന്ന് 2 പേര്, ST വിഭാഗത്തിൽ നിന്ന് ഒരാൾ. സ്ത്രീകളുടെ എണ്ണം നോക്കി ഇതിനേക്കാളും ദയനീയമാണ് കേട്ടോ. മുസ്ലിങ്ങളുടെ സ്ഥിതിയും ഇത് തന്നെ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാം. KN പറഞ്ഞതുപോലെ ഈ അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നീണ്ടുപോകാൻ സാധ്യതയുണ്ടോ എന്ന് ആശങ്കപ്പെടണം. അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതെന്ന് പറയുന്നത്, അംബേദ്കർ ഭാവന ചെയ്ത ഇന്ത്യ എന്താണ്? അംബേദ്കർ ഭാവന ചെയ്ത ഇന്ത്യ എന്ന് പറയുന്നത് വിശദീകരിച്ചു കഴിഞ്ഞു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ മൂല്യവസ്ഥയായിരിക്കുന്ന ഒരു ഇന്ത്യയാണ് ഡോക്ടർ BR അംബേദ്കർ ഭാവന ചെയ്തത്. പക്ഷേ ഫ്യൂഡൽ നാടുവാഴിത്തവും അതുപോലെ ഇതിഹാസ പുരാണ പാഠങ്ങളിലെയും ഉപനിഷത്തുകളിലെയും ധാർമ്മിക മൂല്യം ഇന്നും കൊണ്ടു നടക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളുടെ ധാർമ്മിക ഭാവമായി ഭരണഘടനാ ധാർമ്മികത മാറിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ സർവകലാശാലകൾ ഇപ്പോഴും വളരെ ആഴത്തിൽ സംഘീവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയരേഖയിലൂടെ അത് കൂടുതൽ സംഘീവൽക്കരണം, ചാണകവൽക്കരണം എന്ന് വേണം പറയാൻ, വളരെ ആഴത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചാണകവൽക്കരണം, ചാണക കൃഷി വളരെ ആഴത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സംവരണ അട്ടിമറികൾ ഒരു തുടർ കഥയായിട്ട് മാറിത്തീർന്നിരിക്കുകയാണ്. മാണ്ഡ്യ IIT-യിലെ പ്രൊഫസർ പറഞ്ഞത് തൻ്റെ പിതാവിന് പനി വന്നപ്പോൾ അസുഖം മാറുന്നതിന് വേണ്ടി കൊടുത്തത് ഗോമൂത്രമാണെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 650 ഗ്രാമിൻ്റെ പാരാസെറ്റാമോളിൽ തീരേണ്ട പ്രശ്നമാണ് ഈ ലിറ്റർ കണക്കിന് ഗോമൂത്രം കുടിക്കുന്ന അവസ്ഥയിൽ ഇന്ത്യയിലെ ജനങ്ങളെ എത്തിച്ചു എന്നുള്ളതാണ്. ഇതാണ് സർവകലാശാലകളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആകമാനം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. 2 കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, കോടതി വിധികളിലൂടെ ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കുന്ന ചില കാര്യങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റിസ് N നഗരേഷ് പറഞ്ഞ എന്താണ്? ധർമ്മസങ്കല്പത്തെ ഭരണഘടന അവഗണിച്ചു. ഏത് ധർമ്മസങ്കല്പത്തെ പറ്റിയാണ് ജസ്റ്റിസ് N നഗരേഷ് പറയുന്നത്? അത് മനുസ്മൃതിയിൽ പറയുന്ന ധർമ്മസങ്കല്പം. എന്താണ് ആ ധർമ്മസങ്കല്പം? ആ ധർമ്മസങ്കല്പം വർണ്ണാശ്രമ ധർമ്മമാണ്, ജാതിവ്യവസ്ഥയാണ്. സനാതന ധർമ്മം എന്ന പേരിൽ അറിയപ്പെടുന്ന വർണ്ണാശ്രമ ധർമ്മ സങ്കല്പം ഭരണഘടന അതിൻ്റെ ഭാഗമാക്കിയില്ല എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ആദി. അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ശ്രീവാസ്തവ 2007 ഓഗസ്റ്റ് 30 ഒരു പുരോഹിതൻ സമർപ്പിച്ച സ്വത്തുമായി ബന്ധപ്പെട്ട ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടയിൽ ഭഗവത്ഗീതയെ രാഷ്ട്രീയ ധർമ്മശാസ്ത്രമായി കണക്കാക്കണമെന്ന് പ്രസ്താവിച്ചു. അംബേദ്കർ ഭഗവത്ഗീതയെ പറ്റി പറഞ്ഞ എന്താണ്? പ്രതിവിപ്ലവം എന്നാണ് പറഞ്ഞത്. ആ പുസ്തകത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A പ്രകാരം ജാതി, മതം എന്നിവ പരിഗണിക്കാതെ ഗീത മുന്നോട്ട് വെച്ച ധർമ്മം പിന്തുടരേണ്ടത് ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും കടമയാണെന്ന് SN ശ്രീവാസ്തവ പറഞ്ഞു. ഈ അലഹബാദ് ഹൈക്കോടതി തന്നെയാണ് ഒരു പെൺകുട്ടി പീഡനത്തിന് ഇരയായി ചെന്നപ്പോൾ ആ പെൺകുട്ടിയുടെ ജാതകത്തിൽ 7 ചൊവ്വയുള്ളത് കൊണ്ടാണ് പീഡനത്തിന് ഇരയായത് എന്ന് പറഞ്ഞതും ഈ അലഹബാദ് ഹൈക്കോടതിയിൽ. എന്നിട്ട് ആ കുട്ടിയുടെ ജാതകം പരിശോധിക്കാൻ അലഹബാദ് സർവകലാശാലയിലെ ജ്യോതിഷ വിഭാഗത്തിന് അയച്ചു കൊടുത്തു. വിചിത്രമായ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, വളരെ വിചിത്രമായ കാര്യം. ഭരണഘടനാ ധാർമ്മികത ഇല്ല, പകരം നമ്മളെ നയിക്കുന്നത് ഏത് ധാർമ്മികതയാ? മനുസ്മൃതിയുടെ ധാർമ്മികതയാണ്. പെൺകുട്ടികൾ 17 വയസ്സിൽ പ്രസവിച്ചിരുന്നു. മനുസ്മൃതി വായിച്ചിട്ടുണ്ടോ? ചോദിക്കുന്നത് ആരാ? ഏതെങ്കിലും ബ്രാഹ്മണ പുരോഹിതനല്ല, ഗുജറാത്ത് ഹൈക്കോടതിയാണ്. ഗുജറാത്ത് ഹൈക്കോടതി ചോദിച്ചതാണ്. ജസ്റ്റിസ് JJ ദവെയാണ് ഈ വിചിത്രമായ പരാമർശം നടത്തിയത്. പ്രായപൂർത്തിയാകാത്ത മകളെ ബലാത്സംഗം ചെയ്ത കേസിൽ പിതാവിന് ശിക്ഷ വിധിച്ച സുപ്രീം കോടതി 2025 ഓഗസ്റ്റ് 6 ജസ്റ്റിസ് അരവിന്ദ് കുമാർ, ജസ്റ്റിസ് സന്ദീപ് മേത്ത മനുസ്മൃതി ഉദ്ധരിച്ച് മനുസ്മൃതിയിലെ വാക്യം ഒരു സാംസ്കാരിക തത്വത്തെ മാത്രമല്ല ഒരു ഭരണഘടനാ ദർശനത്തെയും പ്രതിഫലിപ്പിക്കുന്നു നിരീക്ഷിച്ചു. എന്തൊരു ഭീകരമായ അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ. മനുസ്മൃതി ഉദ്ധരിച്ച് ജാർഖണ്ഡ് ഹൈക്കോടതി ഭാര്യയുടെ ജീവനാംശം റദ്ദാക്കി. 2024 ജനുവരി 24 വിധി. ഇന്ത്യൻ സംസ്കാരം എന്ന് നിരന്തരം പറയുന്നത് ബ്രാഹ്മണ്യ സംസ്കാരത്തെ പറ്റിയാണ്. വേദേതിഹാസങ്ങൾക്ക് പുറത്തുള്ള ലോകത്ത് ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായി കാണുന്നേയില്ല എന്നുള്ളതാണ്. അതീന്ദ്രിയ ചക്രവർത്തി 2020 എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്നത്, ഭരണഘടന അംഗീകരിക്കപ്പെട്ട 1950 മുതൽ ഇന്ന് വരെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അപകടകരമായൊരു കളിയിലാണ്. വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ അത് മനുസ്മൃതിയെ ഉദ്ധരിക്കുകയോ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ പരാമർശിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന് അതീന്ദ്രിയ ചക്രവർത്തി 2020 എഴുതിയ പഠനത്തെ സൂചിപ്പിക്കുന്നു. 1950-നും 2019-നിടയിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും 38 തവണയാണ് മനുസ്മൃതി വിധിയിൽ ഉദ്ധരിച്ചത്.
38 തവണ. ഇതിൽ 2009-നും 2019-നിടയിൽ 26 തവണ പരാമർശിച്ചു. ഇതൊക്കെ തീരുമാനങ്ങൾ എടുക്കാനുള്ള വിധിയിലാണ് ഈ പരാമർശങ്ങളെല്ലാം നടത്തുന്നത് എന്നുള്ളതാണ്. നമ്മൾ വളരെ പ്രസിദ്ധമായിട്ട് പറയുന്ന ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു, അദ്ദേഹം പറയുന്നത് പൊതുനിയമ നിഷിദ്ധമായ സ്ഥലങ്ങളിൽ നിയമങ്ങളുടെ വ്യാഖ്യാനത്തിൽ മീമാംസാശാസ്ത്രം ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. അമേരിക്കയിലെയോ അല്ലെങ്കിൽ റഷ്യയിലെയോ ഏതെങ്കിലും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിധി പരിശോധിക്കണമെന്നല്ല പറയുന്നത്, മീമാംസാ ഗ്രന്ഥങ്ങൾ പരിശോധിക്കണമെന്ന്. 2012 ജസ്റ്റിസ് വിക്രംജിത്ത് സെൻ GM വെങ്കടറെഡ്ഡി വേഴ്സസ് ഡെപ്യൂട്ടി കമ്മീഷണർ കോലാർ കേസിൽ 1978 കർണാടക പട്ടികജാതി പട്ടികവർഗ ഭൂമി കൈമാറ്റ കേസിൽ വിധി പറഞ്ഞത് മനുസ്മൃതി ഉദ്ധരിച്ചുകൊണ്ടാണ്. ഇനി ഒരു കാര്യമില്ലാത്തൊരു കാര്യം കൂടുണ്ട്. 2014 മുസ്ലിം വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട കേസിൽ മെഹ്റൻനിസ വേഴ്സസ് സയ്യിദ് ഹബീബ് കേസിൽ കർണാടക ഹൈക്കോടതി വിധി പറയാൻ തുടങ്ങുന്നത് ഇങ്ങനെ: ജാതി, മതം, നിറം എന്നിവയ്ക്കപ്പുറം വളരെയധികം ആദരവോടെ ബഹുമാനിക്കപ്പെടുന്ന സ്ത്രീകളുടെ സംരക്ഷണത്തെക്കുറിച്ച് പലപ്പോഴും പരാമർശിക്കപ്പെടുന്ന മനുസ്മൃതിയിലെ ഒരു മഹത്തായ സാർവത്രിക വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഈ വിധിന്യായം ആരംഭിക്കുന്നത് ഉചിതവും ന്യായവുമാണെന്ന് ഞാൻ കരുതുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പിതാ രക്ഷതി കൗമാരെ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറഞ്ഞുകൊണ്ടാണ് 2014 മുസ്ലിം വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട മെഹ്റൻനിസ വേഴ്സസ് സയ്യിദ് ഹബീബ് കേസ് ഈ കർണാടക ഹൈക്കോടതി വിധി പറയുന്നത്. 1927 ഒരു ദിവസം, ഒരു ഡിസംബറിലെ ഒരു രാത്രിയിൽ, ഡിസംബർ ഒരു തണുത്ത രാത്രിയിൽ മഹാനായ ഡോക്ടർ BR അംബേദ്കർ സഹസ്രബുദ്ധ എന്ന് പറയുന്ന ബ്രാഹ്മണൻ മനുസ്മൃതിയിലെ ശ്ലോകങ്ങൾ വായിച്ചുകൊണ്ട് മനുസ്മൃതിക്കൊരു ചിതയൊരുക്കിയ കാര്യം ഈ നീതിന്യായ പീഠങ്ങളിലിരിക്കുന്ന ജഡ്ജിമാർ മറന്നുപോയി എന്നുള്ളതാണ് ഈ വിധിന്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഈ വിധിന്യായം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിധിയുണ്ട്. 2016 മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിൽ പിതാവിൻ്റെയും മകൻ്റെയും കടമകളെക്കുറിച്ച് ഗൗഹാത്തി ഹൈക്കോടതി ആവേശത്തോടെ പരാമർശിക്കുന്നത് കാണാം. ദത്തെടുക്കൽ, അനന്തരാവകാശം എന്നിവ സംബന്ധിച്ച ചർച്ചയിൽ ഹൈക്കോടതി പുംനാമ നരകത്തിൽ നിന്നും പിതാവിനെ രക്ഷിക്കുന്നവനാണ് പുത്രൻ എന്ന മനുസ്മൃതി 9-ാം അധ്യായത്തിലെ 135-ാം ശ്ലോകം ഉദ്ധരിക്കുന്നു. ഈ വിധിന്യായത്തിലൂടെ ബ്രാഹ്മണ മതത്തിന്റെ ആശയങ്ങളായ സ്വർഗം, നരകം, ആത്മാവ് എന്നീ സങ്കല്പങ്ങൾ ഉറപ്പിക്കാനാണ് കോടതി ശ്രമിക്കുന്നത്. അതീന്ദ്രിയ ചക്രവർത്തി എഴുതുന്നുണ്ട്, ഭരണഘടന 14-18 വകുപ്പുകൾ ഫലത്തിൽ നിയമം വഴി ജാതീയതയും അതിൻ്റെ സ്വാധീനവും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അതിനാൽ അതിൻ്റെ മുൻവാതിൽ ഇപ്പോഴും അടഞ്ഞു കിടക്കുന്നു. എന്നാൽ സമീപ വർഷങ്ങളിൽ ഇന്ത്യൻ ഉന്നത നീതിന്യായ വ്യവസ്ഥ മനുസ്മൃതിയുടെ ആവർത്തിച്ചുള്ളതും തീഷ്ണവുമായ ആഹ്വാനത്തിലൂടെ ഒരു പിൻവാതിൽ തീർച്ചയായും തുറന്നിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ ചുരുക്കുകയാണ്. എന്താണ് ഡോക്ടർ BR അംബേദ്കർ കണ്ട ഇന്ത്യ എന്ന് പറയുന്നത്? അംബേദ്കർ കണ്ട ഇന്ത്യയിലാണോ, ഭാവന ചെയ്ത ഇന്ത്യയിലാണോ നമ്മളിപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ജനാധിപത്യം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഉപരിവസ്ത്രം മാത്രമാണ് ആയിട്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ വ്യവസ്ഥയെ തകിടം മറിക്കണമെങ്കിൽ, ഈ വ്യവസ്ഥയെ ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയണമെങ്കിൽ എന്തു വേണം? ജാതിയിലും വരേണ്യ ഒളിഗാർക്കിയിലും നിലീനമായ വ്യവസ്ഥാക്രമത്തെ ചോദ്യം ചെയ്യാനും അട്ടിമറിക്കാനും നമുക്ക് കഴിയണം. ഹിന്ദുത്വം എന്ന് പറയുന്നത് കേവലമായ വരേണ്യതയിലും ജാതി വ്യവസ്ഥയിലും മാത്രമല്ല, അത് ആധുനിക കാലഘട്ടത്തിൽ കോർപ്പറേറ്റിസവുമായിട്ടും പലതരത്തിൽ പല സങ്കീർണമായ അവസ്ഥാവിശേഷങ്ങളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഹിന്ദുത്വം നമ്മുടെ രാജ്യത്തെ ഇന്ന് ഭീകരമായി പിടിമുറുക്കിയിരിക്കുന്നത്. അംബേദ്കർ പറയുന്നൊരു കാര്യമുണ്ട്, ഹിന്ദുരാജ് ഒരു വാസ്തവമായാൽ അത് ഈ രാജ്യത്തിന് ഏറ്റവും വലിയ അപകടമായിരിക്കും എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. ആ ഒരു വലിയ തലവേദന നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു തലവേദനയായി ഹിന്ദുരാജ് മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അംബേദ്കറുടെ ഇന്ത്യയെ പറ്റി നമ്മൾ ഭാവന ചെയ്യുന്നത് എന്നുള്ളതാണ്. അംബേദ്കറുടെ ഇന്ത്യ എന്ന് പറയുന്ന ചില ആശയങ്ങൾ മാത്രമേ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തിട്ടുള്ളൂ. ഏതാണ്ട് ദിവസങ്ങളോളം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യത്തിൻ്റെ ഏതാനും ചില അംശങ്ങളിലൂടെ മാത്രമേ കടന്നു പോകാൻ ഇവിടെ ശ്രമിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അംബേദ്കറുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഭാവി ഇന്ത്യയെ പറ്റിയുള്ള നമ്മുടെ ഒരു സ്വപ്നമാണ്. അംബേദ്കർ നെയ്തെടുത്ത ഭരണഘടന, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സങ്കല്പം നമ്മളുടെ മുമ്പിൽ ഒരു ആശയമായി,
ഒരു വിമോചനാത്മകമായ ആശയമായി നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ തുരുത്ത് പോലും നമുക്ക് ഇങ്ങനെ നിലനിർത്താൻ കഴിയുന്നത്. അതിനെപ്പോലും കാർന്ന് തിന്നുന്ന രീതിയിൽ ഹിന്ദുത്വം അതിഭീകരമായിട്ട് കേരളത്തെ കൂടി പിടിമുറുക്കുന്ന ഒരു സവിശേഷമായ കാലാവസ്ഥയുണ്ട്. അത് മുസ്ലിങ്ങളെ അപരവൽക്കരിച്ചുകൊണ്ട്, ദളിതരെ അപരവൽക്കരിച്ചുകൊണ്ട്, ആദിവാസി ജനതകളെ അപരവൽക്കരിച്ചുകൊണ്ട്, സ്ത്രീകളെ അപരവൽക്കരിച്ചുകൊണ്ട്, പരസ്പരം വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയൊക്കെ വിത്തുകൾ പാകിക്കൊണ്ടാണ് ഹിന്ദുത്വം വളർന്ന് പന്തലിച്ച് വികസിച്ച് വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനെ തടയിടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാഹോദര്യ സഹജീവനത്തിൻ്റെ ആശയം നമ്മുടെ ആത്മഭാവമായി വീണ്ടെടുത്തുകൊണ്ടും നമ്മുടെ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ ഓരോ പ്രവർത്തികളിലും ഈ സാഹോദര്യത്തിൻ്റെ ആശയം നമുക്ക് നമ്മുടെ ജീവിത രീതിയായി, ജീവന കലയായി വികസിപ്പിച്ചുകൊണ്ട് മാത്രമേ ഹിന്ദുത്വ വർഗീയതയെ നമുക്ക് നേരിടാൻ കഴിയൂ എന്നുള്ളതാണ്. ഒരു ചെറിയ കാര്യം അതിലേക്ക് സൂചിപ്പിക്കാം. ഇപ്പോൾ സർവകലാശാലയിൽ ഇന്നിപ്പോൾ RSSൻ്റെ മേധാവി പങ്കെടുത്ത പരിപാടിയിൽ കേരളത്തിലെ പല സർവകലാശാലകളിലെ VC-മാർ പങ്കെടുത്തു. പല VC-മാരും പങ്കെടുത്തു. ഈ VC-മാരിൽ ചില VC-മാരെ നിയമിച്ചത് ആരാണ്? പരിശോധിക്കണം. ഡോക്ടർ M കുഞ്ഞാമൻ പറയുന്നൊരു കാര്യമുണ്ട്. സർവകലാശാലകളുടെ VC-മാരായിട്ട് ഏതെങ്കിലും ദളിതനോ ആദിവാസികൾക്കോ വരണമെങ്കിൽ എന്ത് വേണം? മൂട്ടയായിട്ട് ജനിക്കണമെന്ന്. മൂട്ടയായിട്ട് ജനിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ്? നമ്മൾ ഇത്രയധികം പുരോഗമിച്ചു എന്ന് പറയുന്ന കേരളത്തിൽ പോലും വളരെയധികം പുരോഗമിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ്റെ പദവിയിൽ ദളിത് വിഭാഗത്തിൽ നിന്നുള്ളൊരു സാഹിത്യകാരനെ കേരളത്തിന് ഇപ്പോഴും സ്വപ്നം കാണാൻ പോലും കഴിയില്ല. അതുകൊണ്ട് മലയാളി കൊണ്ട് നടക്കുന്ന പുരോഗമനം കാപട്യത്തിൽ അന്തർലീനമാണ് എന്നുള്ളതാണ്. നമ്മുടെ വിവാഹ സംസ്കാരത്തിൽ പോലും ഇപ്പോഴും ഇന്നലെ കണ്ടൊരു പരസ്യം, ഇന്നലെ ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു പരസ്യം വന്നു. ആ പരസ്യം നായേഴ്സ് മാട്രിമോണിയെ സംബന്ധിച്ച. ആ പരസ്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ലോകത്തെല്ലായിടത്തും നായന്മാരുണ്ടല്ലോ. അത് തീർച്ചയായിട്ടും നായന്മാർ മാത്രമല്ല, മലയാളികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. എല്ലാ മനുഷ്യരും എല്ലാ ഭാഗത്തും ഉണ്ട്. പ്രത്യേകിച്ച് മലയാളികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നായന്മാരുള്ളതിനാൽ ഏറ്റവും നല്ല വിവാഹം നടക്കുന്നതിന് വേണ്ടി നായേഴ്സ് മാട്രിമോണി. എന്നിട്ട് നമ്മൾ പ്രസംഗിക്കുന്ന എന്താണ്? ഭരണഘടനാ ജനാധിപത്യത്തെ പറ്റിയാണ് പ്രസംഗിക്കുന്നത്. ഡോക്ടർ BR അംബേദ്കർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യകാല പ്രബന്ധങ്ങളിൽ ഒന്നെന്താണ്? കാസ്റ്റസ് ഇൻ ഇന്ത്യ, ജാതികൾ ഇന്ത്യയിൽ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല പ്രബന്ധങ്ങളിലൊന്ന്. സമൂഹത്തിനൊരു സാഹോദര്യ സമൂഹമായി മാറാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? ഈ വിവാഹ സമ്പ്രദായങ്ങൾ, മിശ്രവിവാഹം. നമ്മുടെ സത്യത്തിൽ മിശ്രവിവാഹം എന്നത് പറയാൻ പാടില്ല. യഥാർത്ഥത്തിൽ മിശ്രവിവാഹം എന്ന് പറയണമെങ്കിൽ രണ്ട് ഇതായിരിക്കണമല്ലോ. നരജാതി തോർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാം എന്ന് നാരായണ ഗുരുസ്വാമികൾ പറയുന്നുണ്ട്. മനുഷ്യർ എല്ലാം ഒരു ജാതിയിലായതിനാൽ മനുഷ്യരുടെ ജാതി ഒന്നായതുകൊണ്ട് അവർ തമ്മിൽ വിവാഹം ചെയ്യുന്നതിനും പന്തിഭോജനം ചെയ്യുന്നതിനും യാതൊരു ദോഷവുമില്ല എന്ന് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി, നമ്മൾ വിഖ്യാതമായ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന് പറയുന്ന വാക്യമുണ്ടല്ലോ, അത് പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ ഉടനെ എഴുതിയൊരു വാക്യമല്ല. നാരായണ ഗുരുസ്വാമികൾക്ക് കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കുമായുള്ള സമ്പർക്കത്തിന് ശേഷം ഏതാണ്ടൊരു 10 വർഷത്തിന് ശേഷമാണ് ഗുരുസ്വാമികൾ അരിവുപ്പുറത്ത് ആ വാക്യം എഴുതി വെക്കുന്നത് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പറയാതെ നിവർത്തിയില്ല. അതുകൊണ്ട് നമ്മൾ നേരിടുന്ന ഈ വിപൽസന്ധികളിൽ രാഷ്ട്രീയ ഹിന്ദുത്വം നമ്മളുടെ ഇടയിലെ സാഹോദര്യത്തെയും സഹജീവനത്തെയും കാർന്നു തിന്നുന്ന ഈ കാലഘട്ടത്തിൽ നാരായണ ഗുരുസ്വാമികളുടെയും അതുപോലെ തന്നെ ഡോക്ടർ BR അംബേദ്കറുടെയും ഒക്കെ തന്നെ ആശയങ്ങളെ, ജീവിതത്തെ, ദർശനത്തെ, വിമോചനാത്മകമായ മറ്റ് ആശയങ്ങളെ എല്ലാം തന്നെ സ്വാംശീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ ജനാധിപത്യ ഇന്ത്യയെയും അതുപോലെ തന്നെ ഭരണഘടനയെയും സംരക്ഷിക്കാൻ നമുക്ക് കഴിയും എന്ന് പ്രത്യാശിക്കുന്നു. പോക്കർ മാഷിൻ്റെ ഈ പുസ്തകം മാർക്സും അംബേദ്കറും എന്ന് പറയുന്നതിൻ്റെ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് രോഹിത് വെമുലയ്ക്കാണ്. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് രോഹിത് വെമുലയ്ക്കാണ്. കേരളത്തിലെ ഒരു മാർക്സിസ്റ്റ് പണ്ഡിതന്മാരുടെ പുസ്തകം ഇതുപോലെ രോഹിത് വെമുലയ്ക്ക് സമർപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ പുസ്തകം കൂടുതൽ വായിക്കപ്പെടട്ടെ. നമ്മുടെ ജനാധിപത്യ സംവാദങ്ങളെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നതിന് മാഷിൻ്റെ എഴുത്തുകൾ കൂടുതൽ നമ്മളെ സഹായിക്കും. ഞാൻ കുറച്ച് സമയം കൂടുതൽ എടുത്തു എന്ന് എനിക്കറിയാം. നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഇത്തരം ഒരു അവസരം എനിക്ക് തന്നതിന് ഇതിൻ്റെ
ഈ പുസ്തക പ്രസാധകരെ, ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻ്റെ നടത്തിപ്പുകാരെ, ഭാരവാഹികളോട് പ്രത്യേകമായി നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.